ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് തെഫ്റ്റ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കുന്നത് ഫോർസ ഹൊറൈസൺ 5 തെഫ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് നേരെ കളിക്കാൻ പോവാം. അതിന് മുമ്പ് ഇന്ന് ഞാനിവിടെ പറയണത് വേറെ ഒന്നുമല്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, നമ്മൾ വീഡിയോയിൽ കടന്നു കഴിയുമ്പോൾ നമ്മുടെ ട്രക്കായിട്ട് നമ്മളിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിളി വന്നു. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാണിച്ചു തരാം, സൗണ്ട് കാണിച്ചു തരാം. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു താറ് നമ്മളന്ന് പണിഞ്ഞു കൊടുത്തൊരു താറ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, പഴയ ഗ്യാരേജിൽ പറഞ്ഞാണ്. ആ വണ്ടി അവനങ്ങാണ്ട് ഹൈ സ്പീഡിൽ പോകണം. പെട്ടെന്ന് ടയർ വെട്ടിയിട്ട് വണ്ടി പാലത്തിൻ്റെ മേളിൽ നിന്ന് അടിയിലേക്ക് വീണ് അടി പൊളിഞ്ഞ് കിടക്കണമെന്ന് നമുക്ക് കേട്ടണേ. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ വരെ പോണ CCTV ഫൂട്ടേജ് ഉണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞത്. നമുക്ക് അതൊന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ വണ്ടി അവിടെ വരെ കിടക്കണം, നമുക്ക് പോയി ടോയ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ. അപ്പോൾ ഇതിലെന്താ ടോയ് വരാൻ പറ്റില്ല, നമ്മുടെ ബാക്കിൽ സാധനം വന്നിട്ടില്ല ഇതുവരെ. നമുക്ക് വേറെ വണ്ടി ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടിയിൽ ഇടാം. അവർ നമ്മുടെ ഒരു ട്രക്ക്, നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ട് നമ്മുടെ, നമുക്ക് അതിലിടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇത് എടുക്കാം. നേരെ പാലത്തിനോട് പോകാം. നമ്മുടെ അപ്പുറത്തെ വർക്ക്ഷോപ്പിൻ്റെ ആളാണ്, പെയിൻറ്ററാണ് നമ്മുടെ. ഞാൻ വണ്ടി നമുക്ക് പോയി നമ്മുടെ ഈ ട്രക്കിൻ്റെ കളറ് മാറ്റാൻ പോവാണ്. നമ്മുടെ പച്ചനെ ആക്കാൻ പോവാണ്. കാരണം ബ്ലാക്ക് വരുമ്പോൾ സുഖമില്ല, രാത്രി ഒന്നും വണ്ടി കാണില്ല. നിങ്ങൾ വണ്ടി ഇടിക്കാൻ പോയി കൈസ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ഉണ്ട്. അടുത്തല്ല വണ്ടിച്ചാണ്, കാരണം വണ്ടി ഇടിച്ചാന്ന് പറഞ്ഞത്. വണ്ടി മറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പാലത്തിൻ്റെ അടിയിൽ നിന്ന് വണ്ടി ഫുൾ നമുക്ക് പണിഞ്ഞ്. പിന്നെ അവൻ പറഞ്ഞത് നമ്മൾ MP പിടിച്ചില്ല. അപ്പോൾ അത് വണ്ടി നമുക്ക് പിന്നെ സ്റ്റോക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. സ്റ്റോക്കാക്കി കാണിക്കണം, അതുപോലെ സ്റ്റോക്കാക്കണം. അയ്യോ, നമുക്ക് വഴി മാറിപ്പോയി. എപ്പോഴും അങ്ങനെ ചെയ്യുന്നതന്നെ. വണ്ടിയുടെ ഓണൊക്കെ മാറ്റിയിട്ടാണ്. എയർ ഹോണേ പോലീസ് പണി വരും, നല്ല സെറ്റിംഗ് ഉള്ളതല്ലേ. അതുപോലെ തന്നെ ഇന്നലെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒടിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക് കമ്പനിയുടെ കാലത്ത് ആൾക്കാരെ വിളിച്ച് പറയണം. അപ്പോൾ അതുപോലെ തന്നെ 1-2 കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് പോയിട്ട് ആ വണ്ടി ടോയ് നിർത്തി വന്ന് ഇന്ന് തന്നെ അത് റെഡിയാക്കി കൊടുക്കണം. നമ്മുടെ വർഷത്തിലൊരു ഫാസ്റ്റ് ഗാരേജ് എന്നല്ലേ, ആ വണ്ടി ഇന്ന് പണിഞ്ഞ് സെറ്റാക്കി കൊടുക്കണം. കാരണം അവർ ഇന്ന് തന്നെ, കാരണം വണ്ടി വെട്ടിയത് വേറെ ഒന്നുമല്ല, അവൻ ഇതിനു മുമ്പ് നമ്മുടെ അടുത്ത് ഇട്ടിട്ട് പിന്നെ ടയർ തേഞ്ഞ് വണ്ടി ഇപ്പോൾ 1.5 വർഷമില്ലേ ഇവിടെ നിന്ന് പോയിട്ട്. അപ്പം കഴിഞ്ഞപ്പോൾ വണ്ടി ടയർ കഴിഞ്ഞു. അപ്പോൾ വേറെ ടയർ ഇട്ടുണ്ടായി പുതിയത്. അപ്പോൾ ആ ടയർ വന്ന മാനുഫാക്ചറിങ് ഡിഫക്റ്റിൻ്റെയാണ് പറഞ്ഞപ്പോൾ സാറേ കാണാം. മഴയാണ് ഇവിടെ, ഫുള്ള് ഓട്ടോമാറ്റിക് ആയാലും മഴയാണ്. അപ്പുറത്തെ കൂടെ തന്നെ ഇവിടെ ഗ്രൗണ്ട് അടിച്ച് അപ്പുറത്തെ വണ്ടി കിടക്കണേ. ഇവിടെ ആണ് കഴിച്ചത്. അപ്പുറത്താണ് വണ്ടി കിടക്കണേ. അവിടെ നിന്ന് വരെയായിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് അപ്പുറത്ത് വണ്ടി കിട്ടാം. ഇവിടെ പോയിട്ട് വീടാണ് അടിക്കാൻ. ഇവിടെ എടുക്കാൻ പറ്റില്ല, ഫൈൻ കിട്ടും കഴിച്ച് നല്ലോണം. ഓ 100,000 നിൽക്കും. തൽക്കാലം ഇവിടെ നിന്ന് എടുക്കാം. അങ്ങോട്ട് പോയ ഫുൾ ബാരേജ്. പിന്നെ നിർത്തിട്ടാണ് വിളിക്കാട്ടാ. പോലീസുകാർക്ക് വന്നിട്ട് സാധനങ്ങൾ വെച്ചാൽ കണ്ട. കണ്ടു ഞാൻ ജസ്റ്റ് വിളിക്കട്ടെ അവനെ, 1 മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് വണ്ടി നമുക്ക് കണ്ടു കിട്ടിയത്. ഇതാണ് വണ്ടിയുടെ കോലം. ടയറൊക്കെ മറ്റേ ഉള്ളിലത്തെ ആക്സിലും ടയറിൻ്റെ ആക്സിലും ബമ്പറൊക്കെ പ്രോമാൻ്റെ ബമ്പർ വെച്ചാണ്. അതൊന്നും വലിയ കുഴപ്പമില്ല, അത് അടിച്ച് റെഡിയാക്കേണ്ടേ ഉള്ളൂ. ചേസിൻ്റെ ചെറിയൊരു ബെൻഡ് ഉണ്ട്, പിന്നെ ഇവിടെ ബെൻഡ് ഉണ്ട്. ഇവിടെ ഒക്കെ പ്രൂഫൊക്കെ ഒന്ന് മാറണം ഫുള്ളൊന്ന്. നാളേക്ക് വണ്ടി കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇതൊന്നും പോയിട്ടില്ല എൻ്റെ പൊന്നോ. ഈ സൈഡിലേക്ക് മാറണം. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു. കാരണം നല്ല വിലയുണ്ട്, പക്ഷെ നമുക്ക് ദൂരെ വെക്കേണ്ട കാരണം ഇന്നിത്തിരി പണിയുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എന്തൊരു പാടാന്നറിയോ. എഞ്ചിന് വലിയ പോരായൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വണ്ടി
ഗിയറിന് ക്ലച്ചിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. കാരണം വണ്ടി ഗിയർ മാറണില്ല. പിന്നെ വണ്ടി വലിയില്ല, വലി കുറഞ്ഞു. എയർ ഫിൽറ്റർ ടർബോനൊക്കെ നല്ല ഇടി വന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കൊണ്ട ഫ്രണ്ട് സെറ്റൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ വണ്ടി പോയി നോക്കിയാൽ ഗൈസ് ഉണ്ടാവും. ഉണ്ടാ വണ്ടി വലിയണില്ല. പിന്നെ ഗിയർ മാറ്റുമ്പോൾ നോക്കൂട്ടാ. എന്താ ലാഗ് ഉണ്ട്, നല്ല ലാഗ് ഉണ്ട് ഗിയർ. അപ്പോൾ വണ്ടി നീങ്ങില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടോ ട്രക്ക് എടുത്തിട്ട് വിളിച്ച് പറഞ്ഞിട്ട് കയറ്റാം കേട്ടോ. ഓക്കെ. Somebody is a V-Star jacket and jeans. Careful. Sure. 5071. അപ്പോൾ ഗൈസ് നമ്മൾ ടോ ട്രക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ എത്താൻ. നമ്മുടെ വണ്ടിയിൽ ഒരു മിനിറ്റ് ഉണ്ട്. അവിടെ എത്തിയിട്ട് നമ്മളെ വലിച്ചിട്ട് നോക്കാം. ടോ ട്രക്ക് ഇതേ അങ്ങോട്ട് പൂവുണ്ട്. നമ്മുടെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കണ്ട. അവിടെ നമ്മുടെ അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കയറ്റി നമ്മുടെ വർഷപ്പിൽ കൊണ്ടുവന്നോളും. ടോ ട്രക്ക് അവിടെ പോയി ഒരു കെട്ടാൻ വരണതാണ്. നമ്മളങ്ങോട്ട് പോവാണ്. കാരണം കുറച്ച് സാധനങ്ങൾ പാർട്ടി മേടിക്കണം. അവിടെ രാത്രി എന്തായാലും പണി. അപ്പോൾ കാശൊക്കെ തരും അത്യാവശ്യം. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ചെന്നിട്ട് സാധനമൊക്കെ മേടിക്കാം. അവൻ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. കാര്യം ടയറിൻ്റെ പിന്നെ ഒരു വണ്ടി വട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ റോഡൊക്കെ റെഡി. അവൻ്റെ ടീം. അയ്യോ ദൈവമേ, നമുക്കൊരു ഇടി കിട്ടിയ ഭ്രാന്തന്മാരെ പോണം. അവനല്ലത് ട്രക്കിന് ഇടിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെ ഏത് ട്രോയിട്ടൊക്കെ അറിയില്ല. വേറെ ടീമാണ്. ഇവിടെ തീരാറായിട്ട് വണ്ടി ഒന്നുമില്ലെന്ന് ഉറപ്പ്. Round 1 started. Dash through that speed zone. Coming up, a speed zone. See if you can make it explode. Idiye. Time out. Round 1 failed. ട്രക്ക് വരുന്നുണ്ട് കൈ. നമ്മുടെ ബാക്കിലുണ്ട്. ടീമിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെളിയ കളികളിട്ട് പോലീസ് ഉണ്ടായാൽ ഇവിടെ US സീനാണ്. പോലീസ് കണ്ട ചെളിയുള്ള വണ്ടി കണ്ട തലയ്ക്ക് പോയില്ല. നമ്മുടെ വണ്ടി ഇവിടെ കിട്ടാം. വണ്ടിയുടെ അതിൻ്റെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. പണിയൊക്കെ വണ്ടിയൊക്കെ വന്ന് നമുക്കൊന്ന് റെഡിയിലേക്കൊക്കെ ഇറക്കിയിട്ട് ഓക്കെ ഹാഫ് ടാങ്ക് പണിയൊക്കെ ആയിട്ട് കാണാം കേട്ടോ. കാരണം സമയമുണ്ട്. ഓക്കെ ഗൈസ് നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് അല്ല ടച്ച് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി വണ്ടി പെയിൻറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എഞ്ചിൻ്റെ വണ്ടി മെക്കാനിക്കൽ പരിപാടിയായിട്ട് കാര്യങ്ങളുണ്ട്. മെക്കാനിക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി പെയിൻറ്റിങ് ഉണ്ട്, ഡെൻറ്റിങ്ങും പരിപാടി കഴിഞ്ഞു. ഗ്ലാസ്സിലുണ്ടെന്ന് മാറാണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുള്ളൂ. നമ്മൾ ജസ്റ്റ് ഓടിച്ചൊക്കെ വന്നേണ്ടതാണ്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അടിയൊക്കെ തട്ടുണ്ടോ എന്തെങ്കിലും സീനുണ്ടോ നോക്കാൻ വേണ്ടി മെക്കാനിക് പരിയൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ട് കാണാം. വണ്ടിയുടെ പോലെ ഇതാണ് കേട്ടോ. നമ്മളാകെ പണി ഞാൻ ഈ സൈഡ് രണ്ടെണ്ണം മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് ഡോറിൻ്റെ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവിടെ അടുത്ത കടയിൽ. അപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വണ്ടി കാണാം. ഫുൾ സ്റ്റോക്ക് ആക്കാൻ പോകുന്നു കേട്ടോ. കളറൊക്കെ മാറും ഒക്കെ നമുക്ക് കണ്ടിട്ട് കാണാം കേട്ടോ. രാവിലെയായി, പുലർച്ചയായി. അപ്പോൾ എള്ളിനാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടണമെന്നാണ് എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ സാധിക്കുന്നത്. നമ്മുടെ ലോറി നമ്മൾ വേറെ വണ്ടി ഇടിച്ചിട്ട് എടുക്കാൻ പോയേക്കാണ്. അത് എന്തായാലും അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ബാബ്സിൻ്റെ പരിപാടി നടക്കുകയാണ്. അത് ബാക്കിലുണ്ടാക്കും സസ്പെൻസാണ്. അപ്പോൾ നമുക്ക് എത്തിയിട്ട് കാണാം കേട്ടോ. പണിടാ വണ്ടി തരാ ഇടിയ വണ്ടി എടുത്ത് ചേനൊക്കെ എടുത്ത് അയച്ചേ. ഓക്കെ നമുക്ക് കാണാം. അയക്കി വണ്ടിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ.
ഫുള്ള് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. സ്റ്റോക്ക് ഇത് ആക്കിയിട്ടില്ല ചേട്ടാ വണ്ടി കണ്ട. നമ്മളപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറി, അലോയ് മാറി, പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫൂട്ടേജ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ജീപ്പ് എന്ന് കൊടുത്തു. നമ്മുടെ പെയിൻറ്റ് ചെയ്തത് സെക്കോവയിലാണ്, സൊക്കോവേൻ്റെ പെയിൻ്റാണ്. അതന്നെ അവിടെ അതിൻ്റെ ബ്രാൻഡിങ് കൊടുത്തു. പിന്നെ സ്കേർട്ട് മാറി സൈഡിലെ, പിന്നെ ഈ സൈഡിലെ ഈ സ്കേർട്ട് ഈ സാധനം ഇതൊക്കെ മാറി, മേളിൽ സ്റ്റിക്കർ അടിച്ചു. പിന്നെ ബ്രേക്ക് മാറി, ഒക്കെ മാറി എഫിഷ്യൻസി ആക്കി. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റിക്കർ കൊടുത്തു. പിന്നെ FTKയുടെ അലോയ് ഇട്ട് തന്നെ FTKയുടെ ബ്രാൻഡിങ് വേണ്ടി. നമുക്ക് ഓടിച്ചു നോക്കാം. വണ്ടിയുടെ എഞ്ചിൻ സ്വാപ്പ് ചെയ്തു കേട്ടോ. ചെറിയൊരു എഞ്ചിൻ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലൻസർ മാറി, കുറേ സാധനങ്ങളൊക്കെ മാറി. മസ്താങ്കിലാണ് സൈലൻസറിന് വെച്ചാൽ, അത് കാരണം സാധനം കാണിച്ചു തരാം കേട്ടോ. ഉള്ളി ആക്സിഡൻറ്റ് കൊടുത്തിട്ട് പിന്നെ റബ്ബ് ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കേട്ടാ അനാശയായിട്ട് പൊട്ടില്ല. കാണിച്ചു തരാം. കണ്ട 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 വാൽവെട്രോണിക്കാണ്. ഇത് നമുക്ക് നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇടാൻ പോകണം. കാരണം ഈ വണ്ടി നമ്മൾ ഇടിച്ചുകൊണ്ടില്ല. അപ്പോൾ കേസുള്ള ആനെ പോലീസ് സ്റ്റേഷനിൽ ഇടണം. അപ്പോൾ നമ്മൾ മെക്സിക്കോയിലെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നമ്മുടെ വണ്ടി ബാക്കിലുണ്ട്, അതുകൊണ്ട് ക്യാമറ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ അവിടെ എത്താൻ പോകണം. അവിടെ എത്തിക്കേറ്റ് അവർ നമ്മൾക്കവിടെ ഇറക്കി കൊടുത്താൽ മതി. ബാക്കി അവർക്ക് അവർ നോക്കിക്കോളും. നമുക്കിവിടെ ഇറക്കി കൊടുത്താൽ മതി വണ്ടി. നമുക്ക് ഇങ്ങോട്ട് പോരാം.
അപ്പോൾ ഇവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാൻ അറിയാം. ഹോപ്പ് ഗൈസ് ഈ വീഡിയോ എൻജോയ് ചെയ്ത് നിൽക്കുന്ന അടുത്ത വീഡിയോ കാണാം. ബൈ. കട്ട അവിടെ തെണ്ടി.